പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന്റെ പേരെന്ന് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതെങ്ങനെ ഒരു വിശ്വാസം നമ്മളുടെ മനസ്സിലേക്ക് ഫോം ചെയ്യാൻ ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ബ്രെയിൻ സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഫ്രീ ലൈവ് ക്ലാസ്സസ് നമ്മളുടെ കൂടെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്കാണ് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, സമയം കളയരുതേ. ജസ്റ്റ് ഒന്ന് ചാനലിൽ ടൈപ്പ് ചെയ്തേ. നമ്മൾ പറഞ്ഞ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യണേ. ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് സംഭവം എന്നുള്ള ഒരു രീതിയിലേക്ക് വരാം. അപ്പോ എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂട്യൂബിലും നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക, കാരണം അത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൽ, ഞാൻ എപ്പോഴും നമ്മൾ പല ഫ്രീ ക്ലാസ്സസിലും പറയുന്നതാണ്, നമ്മളൊരു ചിന്ത ചിന്തിച്ചാൽ അത് ഉപബോധ മനസ്സിലെ അതൊരു മൈലിൻ ഷീറ്റ് ആയിട്ടാണ് കിടക്കുക. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു മൈലിൻ ഷീറ്റ് ആയിട്ടാണ് മൈലിൻ ഷീറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലെ ഒരു മൈലിൻ ഷീറ്റിലേക്കാണ് ഒരു ചിന്ത വന്നു കയറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹീലിങ്സിനെ പറ്റി ചർച്ച ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് ഹീലിങ്സ്? നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു നെഗറ്റീവ് പ്രോഗ്രാമിംഗ് വന്നാൽ ആ നെഗറ്റീവ് പ്രോഗ്രാമിംഗ്, അതാണ് ന്യൂറോപ്ലാസ്റ്റിക് ന്യൂറത്തെ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഗിബ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയില്ല, അതെന്താ? ഇപ്പൊ ഒരു ഗിബ്സം ബോർഡിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുകയാണ്, നമ്മൾ കുറെ മെറ്റീരിയൽസ് ഒക്കെ തേച്ച് ഗിബ്സം ബോർഡിനെ കട്ടിയാക്കി അതിനാണ് ഗിപ്സം പ്ലാസ്റ്ററിംഗ് എന്നൊക്കെ, വീടുകളിലൊക്കെ നമുക്ക് ഗിപ്സം ബോർഡുകളൊക്കെ വെക്കുന്ന കാണാം. അതേ കണക്ക് നമ്മളുടെ ഉപബോധം, നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മുടെ ചിന്തകൾ ശരീരത്തിൽ, ഇപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് വിയർപ്പ് വരുന്നത് പോലെ, നിങ്ങളുടെ കോശങ്ങൾ മാറി പുതിയ കോശങ്ങൾ വരുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചിന്തിച്ചാലാണ്, നിങ്ങൾ ഓരോ ആളുകളും എന്താണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അടിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യം, നെഗറ്റീവായിട്ടാണ് അടിഞ്ഞെങ്കിൽ ആ നെഗറ്റിവിറ്റിയുടെ മണ്ടയിൽ പോസിറ്റിവിറ്റി ഇടുമ്പോൾ, നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്ത് പോസിറ്റിവിറ്റിക്ക് വരാനായിട്ട് സമയമെടുക്കും. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല, ഇന്നത്തെ ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ, നിങ്ങൾ നിരന്തരമായിട്ട് ബ്രെയിനിന്റെ അകത്ത് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തു കൊടുത്താൽ അതൊരു ബിലീഫായിട്ട് മാറുന്നു. ബ്രെയിൻ എല്ലാം കൺസ്യൂം ചെയ്യുന്നു, ബ്രെയിൻ സ്വാംശീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് ഓരോ തോട്ട് പ്രോസസ് ഇട്ട് കൊടുക്കുമ്പോഴും, അതും ആവർത്തിച്ചിട്ട് കൊടുക്കുമ്പോൾ, അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു പ്രോഗ്രാമായിട്ട് അടിയുന്നുണ്ട്. ബ്രെയിൻ, അതിനപ്പുറത്തേക്ക് അതിന്റെ കറക്റ്റ് വാക്ക്, യുവർ ബ്രെയിൻ സ്റ്റാർട്ട് ബിലീവിങ് ഇറ്റ് ഈസ് എ റിയാലിറ്റി. നിങ്ങളുടെ ബ്രെയിൻ അത് റിയാലിറ്റി ആണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? ശല്യ ടൈപ്പ് ചെയ്തേ. ഹെൽത്തി അല്ലാത്തൊരു മനുഷ്യൻ, അയാൾ ഹെൽത്തി ആണെന്ന് വിശ്വസിക്കാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബ്രെയിൻ പതിയെ അത് വിശ്വസിക്കും. അതൊന്ന് റെസ്പോൺസീവ് ആണ്. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് കിട്ടണം. അതാണ് നിങ്ങൾ തരേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്. ജസ്റ്റ് ഒന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പോൺസീവ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് കാര്യം ഇട്ട് കൊടുത്താലും യുവർ ബ്രെയിൻ സ്റ്റാർട്ട് ബിലീവിങ് ഇറ്റ് ഈസ് ട്രൂ.
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന അമ്മമാരെ മക്കളെ ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് ബിലീവ് ദാറ്റ് മക്കൾക്ക് മോശം അവസ്ഥകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ എന്ത് റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും എന്ത് അതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എന്തിലാണെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രെയിൻ അത് ബിലീവ് ചെയ്യും, അത് റിയാലിറ്റിയെ കാണിച്ചു തരും. അപ്പൊ അതാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. അപ്പം ഒരു 20 മിനിറ്റ് പോലും നിങ്ങൾ ഒരു കാര്യം ഒരു ദിവസം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ, അഫർമേഷൻസിന്റെ ഒക്കെ പവറാണ്, റിപ്പീറ്റ് ചെയ്താൽ ആ റെപ്പറ്റീഷൻ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലാണെങ്കിൽ യുവർ ബ്രെയിൻ സ്റ്റാർട്ട് ടു ബിലീവ് ഇറ്റ്. ബ്രെയിൻ അത് വിശ്വസിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് മനസ്സിലായോ? അത് റിയാലിറ്റിയായി മാറും. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ചാറ്റിലേക്ക് വന്ന റെസ്പോൺസ് വന്നിട്ടില്ലല്ലോ ലാസ്റ്റ് ഞാൻ ചോദിച്ചതിന്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ നമുക്ക് മോശം രീതിയിൽ ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ല ചിന്തകൾ ഇട്ട് കൊടുത്തിട്ടാണ്. ഹൈ എനർജി, സന്തോഷം, സ്നേഹം, കരുണ എന്നുള്ള ഹൈ എനർജി വൈബ്രേഷൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മോശം രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മോശകരമായി നമ്മുടെ ജീവിതം മാറും. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോ ഓഫ് പ്രത്യേകിച്ച് നോർമൽ മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഹെൽത്ത് കണ്ടീഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നു? അവർ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി റോങ് ഡയറക്ഷനിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് റോങ് ആയിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആവർത്തിച്ച് 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 അവരുടെ ലൈഫിലേക്ക് ഉണ്ടാവാൻ കാരണം ദേ ആർ റിപ്പീറ്റഡ്ലി ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഫിനോമിനനെ അവർ നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം കണക്കാണ്. നിങ്ങൾ എന്താണോ റിപ്പീറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മുടെ ശരീരം അങ്ങനെയാണല്ലോ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ നടക്കുന്നുണ്ട്, ദഹനം നടക്കുന്നുണ്ട്, യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്, മലം പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ വിയർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ഇത് നടക്കും? അപ്പൊ അതേ കണക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ എടുക്കുന്നു. അത് നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് റിയാലിറ്റിയായി മാറും. അപ്പൊ എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള ഒരു അവയർനെസ് ഉള്ള ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ആ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ അറിഞ്ഞു, നോർമലി മനുഷ്യർക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോവും. അപ്പൊ ആ ഹാപ്പി ആയിട്ട് പോകും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പല ആളുകളും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയിട്ട് മാറുന്നു. പെട്ടെന്ന് പല കാര്യം ലൈഫിലേക്ക്, പലപ്പോഴും ഈ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ ഞാൻ കഴിഞ്ഞ ദിവസം, സഞ്ജു സാംസണും ബേസിൽ ജോസഫും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോൾ ബേസിൽ ജോസഫിൽ ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ലൈഫ് ട്രാക്ക് എടുത്തു നോക്കുമ്പോഴും നമുക്കറിയാം. ഈ വിനീത് ശ്രീനിവാസനെ ആരോ ഷോർട്ട് ഫിലിം കണ്ട് പെട്ടെന്ന് ഒരു അജു വർഗീസിനൊക്കെ മെസ്സേജ് അയക്കുകയാണ്. അതിനുശേഷം അയാൾക്ക് കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അയാളുടെ ആ ഒരു വേ ഓഫ് ലൈഫാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയാൾ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്നതല്ല, ഒരിക്കൽ അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയില്ല. ഞാനത് വിചാരിക്കുന്നുമില്ല. പക്ഷേ അയാളുടെ വേ ഓഫ് ലൈഫിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അയാൾ 24 എപ്പോൾ ആരെന്ത് പറഞ്ഞാൽ രണ്ട് പറഞ്ഞാൽ ചിരിക്കും, രണ്ട് ഭാഗം മൂന്നാമത് പറഞ്ഞാൽ ചിരിക്കും. ദാറ്റ് ഈസ് ഹി. അയാൾ ചിലർ പറയില്ലേ ലൈഫ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ദുഃഖിച്ചാൽ ഒന്നും കിട്ടൂല. ദുഃഖിച്ചാൽ നിങ്ങൾ താന്ന് താന്ന് പോകും. അപ്പുറത്തെ വീട്ടുകാർക്കുണ്ട് എനിക്കില്ലെന്നും പറഞ്ഞ് അസൂയപ്പെട്ടാലും നിങ്ങൾ താന്ന് താന്ന് പോകും. ഓപ്പോസിറ്റ് എപ്പോഴും കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ബേസിൽ ജോസഫ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ജു സാംസൺ അദ്ദേഹവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും അയാൾ ചിരിച്ചോണ്ടല്ലല്ലോ കളിച്ചോണ്ടല്ലേ കിട്ടിയ, അങ്ങനെയല്ല. പലപ്പോഴും കഷ്ടപ്പെട്ടിട്ട് സച്ചിൻ ബേബി എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്, അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കൊന്നും എത്തപ്പെട്ടില്ല. ഒരുപാട് കഷ്ടം, പല ആളുകളും ഇവിടെ ക്രിക്കറ്റ് ഫീൽഡിലൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് വൈ സഞ്ജു സാംസൺ അല്ലെങ്കിൽ വൈ ബേസിൽ ജോസഫ്? ബേസിൽ ജോസഫിനെക്കാട്ടി ഇരട്ടി ഇരട്ടി കഴിവുള്ള സംവിധായകർ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരാളൊക്കെ ഉണ്ട്, ഭയങ്കരമായ കഴിവുള്ളവരാണ്. പക്ഷെ അയാൾ നിങ്ങൾ എത്തിപ്പെട്ടില്ല. കാരണം അയാളുടെ വേ ഓഫ് ലൈഫാണ്. ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. അത് തിരിച്ചറിയാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ
കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇന്നലെ വരെ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ ഇന്നൊരു രാവിലെ ഒരാളത്ത് വിളിച്ചപ്പോൾ പറഞ്ഞാണ് ഇന്നലെ എന്ന് പറയുന്ന ഒരു സത്യമാണ്, നടന്നതാണ്. ഇന്ന് എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥ സത്യം. നാളെ എന്ന് പറഞ്ഞൊരു കള്ളമാണ്. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഇന്ന് നമ്മൾ എങ്ങനെ ചിന്തകളിൽ പരിവർത്തനം വരുത്താൻ പറ്റും, ഇന്ന് നമ്മളുടെ ആക്ഷൻസിലുകൾ എന്തെല്ലാം മാറ്റം വരുത്താൻ പറ്റും, അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി. ജസ്റ്റ് ഒന്നൊരു ഇന്ററാക്ഷൻ വേണം. ഒന്ന് ഒരാളൊന്ന് മൈക്കോൺ അനിൽ സാർ ഒന്ന് മൈക്കോൺ ചെയ്യുക. ഞാൻ ഓരോരുത്തരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച കാര്യം ഒന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കംഫർട്ട് സോണിൽ ഇരുന്നാൽ നിങ്ങളിപ്പോൾ ഇപ്പൊ പല ആളുകളും ക്യാമറ പോലും ഓൺ ചെയ്തിട്ടില്ല, ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സംസാരിച്ചാൽ എന്താ, നിങ്ങളുടെ സംസാരം ആളുകൾ കേട്ടാൽ എന്താ കുഴപ്പം? ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത്, അനിൽ സാർ ഒന്ന് ഓൺ ചെയ്തേ, ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ച്. ഇന്ന് പഠിച്ച ടോപ്പിക് ഒന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തേ. സമയം കളയരുത് പ്ലീസ്, ഒന്ന് സമയം കളയരുത്. ഒന്ന് പൊട്ടിച്ചു വരൂ. ഫാത്തിമ മാഡം ഒന്ന് ഓൺ ചെയ്തേ, മൈക്ക് ഒന്ന് ഓൺ ചെയ്തേ. ജസ്റ്റ് മനസ്സിലായോ ഇല്ല ഒന്ന് പറയുക. അപ്പൊ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടല്ലേ നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് സംസാരിക്കുന്ന. സലീം സാർ, ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്തേ, ഒന്ന് പെട്ടെന്നാവട്ടെ. ഒന്ന് മൈക്ക് ഓൺ ചെയ്യാവോ പ്ലീസ്? നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു തിരിച്ചൊരു ഇത് ചെയ്തേ നിങ്ങൾ കൃത്യമായിട്ട്. ഒന്ന് മൈക്ക് ഓൺ ചെയ്ത്, ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്തേ പ്ലീസ്. ഒന്ന് ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? അനിൽ സാർ ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? ആദ്യം കാണുന്ന ആളാണ് പുള്ളി വിളിച്ചത്. ഞാൻ അൺമ്യൂട്ട് ആസ്റ്റ് ടു അൺമ്യൂട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഫാത്തിമ മാഡം, സലീം സാർ, ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്യോ? ആർക്കും മൈക്ക് ഓൺ ചെയ്യാൻ താല്പര്യമില്ല. ഒന്ന് ഒന്ന് ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്യും. നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്യാൻ. അനിൽ സാർ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കൃത്യമായിട്ടൊന്ന് ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? ഒന്ന് കൃത്യമായിട്ടൊന്ന് മൈക്ക് ഓൺ ചെയ്തോരെ. എല്ലാവർക്കും പേടിയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണ് മൈക്ക് ഓൺ ചെയ്തിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇതിൽ പല ആളുകളും, ഇപ്പം ഫാത്തിമ മേഡം ഒക്കെ നമ്മുടെ പേര് ക്ലാസ്സിലേക്ക് ഇന്നിപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ഒരാളാണ്. ക്ലാസ്സിൽ മേഡം ഒക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് വരുന്നത്. അപ്പം ഈ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പെയ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് ആണ്. 5 വർഷമായിട്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും പല രാജ്യങ്ങളിലും ഒക്കെ ഉള്ള ഒരുപാട് കോഴ്സസ്, ഒരുപാട് എമൗണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഞാൻ ക്രോഡീകരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, നമ്മുടെ ക്ലയൻസിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള പല കോഴ്സുകളും നമ്മൾ പഠിച്ചതിന് ശേഷം അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് നമ്മുടെ ക്ലയൻസിനും ഒക്കെ റിസൾട്ട് കിട്ടിയ കാര്യങ്ങളോടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതൊരു ഇൻവെസ്റ്റ്. നമ്മൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, പല കോഴ്സസ് പഠിക്കുന്നുണ്ട്, +1 +2 പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ 10-12 വർഷമൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതല്ല നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഒന്ന്, ഇതുപോലുള്ള എന്താണ് മനുഷ്യ ജീവിതം, ഇതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും. ഇതിന് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുത്തു കളയരുത്. ആരും ഇപ്പൊ ജ്യോതിഷം പറയുന്ന പോലെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ പാസ്റ്റ് ലൈഫ് കാണാനുള്ള കഴിവുണ്ടെന്നാണ് ഒരു ക്ലൈന്റ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഫേസ്ബുക്കിൽ നിന്ന് മറ്റോ വന്നതാണ്. പുള്ളി ചോദിച്ച പരിപാടി വെച്ചാൽ പാസ്റ്റ് ലൈഫ് കാണാനായിട്ടുള്ള കഴിവുണ്ടോ. പാസ്റ്റ് ലൈഫ് ഞാൻ പറഞ്ഞു, സുഹൃത്തൻ എനിക്ക് അദ്ദേഹത്തെ ഇല്ല. കാരണം ഡൗട്ട് വരാം, ഡൗട്ടുകൾ ചോദിച്ചാല് ചോദ്യം ഇപ്പൊ ഈ ലാഫ് അട്രാക്ഷനിലേക്കൊക്കെ തന്നെ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഉത്തരങ്ങൾ കിട്ടിയത്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്ന എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഞാനും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ എങ്കിലും പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത മറുപടി പറയാൻ, നമ്മൾ പാസ്റ്റ് ലൈഫ് എന്തുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. പലപ്പോഴും നമ്മൾ ഈ ലാഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ, റോണ്ടാബൈൻ സീക്രട്ട് എന്ന പുസ്തകത്തിലെ ലോ ഓഫ് അട്രാക്ഷൻ എഴുതി വെച്ചത് കൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വാക്ക് വന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആളുകൾ പലപ്പോഴും ഇതെന്തോ ഒരാൾക്ക് മാത്രമുള്ള സിദ്ധിയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ജ്യോതിഷന്മാരൊക്കെ നമ്മളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന ആൾക്ക് സിദ്ധിയുണ്ട്,
ഇത്ര സമയം നല്ല സമയം, ഇത്ര സമയം മോശ സമയം, അങ്ങനെ ഒന്നുമല്ല. എല്ലാവർക്കും നല്ല സമയം മാത്രമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അവരുടെ ചിന്തകൾ കറക്റ്റ് ആണെങ്കിൽ അവരുടെ ജീവിതം നല്ലത് മാത്രമേ ആവൂ. മോശമായി ഒന്നും സംഭവിക്കില്ല അവരുടെ ജീവിതത്തിൽ. അപ്പം ഞാൻ പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഒരു കൃത്യമായ ഒരു സയൻസ് ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സയന്റിഫിക് മാനിഫെസ്റ്റേഷൻ മാസ്റ്റർ ക്ലാസ്, ഫ്രീ ക്ലാസ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടക്ട് ചെയ്തു. അതിലൊക്കെ പറയുന്ന പോലെ ഇത് സയന്റിഫിക് എവിഡൻസ് ഉള്ളതാണ്. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന, റിസൾട്ട് കിട്ടുന്നത് ഇൻഡയറക്ട്ലി നിങ്ങൾ ഇത് അറിയാതെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തിന്റെ തന്നെ അധിപതിയായി മാറാനായിട്ട്, ലോകത്തിന്റെ അധിപതിയാവുന്നുള്ള അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഇപ്പോൾ എത്ര ഹൈറ്റിൽ അച്ചീവ് ചെയ്താലും നമ്മൾ താഴെ നിൽക്കുക എന്നുള്ളതാണ്. ഹംബിൾനെസ്, അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ വേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ജീവിതത്തിൽ ഭയങ്കര വിജയിച്ച ആളുകളൊക്കെ ഹമ്പിൾ ആയിട്ടുള്ള ആളാണ്. പല ആളുകളും നമ്മൾ നോക്കിയാൽ അറിയാം. വളരെ ഒരു അഹങ്കാരത്തിന്റെ കണികളൊന്നും ഇല്ലാത്ത ആളുകളും ഭയങ്കരമായി മാസീവായിട്ട് സക്സസ് ആയ ആളുകൾ, അവരെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ആവശ്യം. അപ്പൊ വിജയിക്കണമെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ ആവശ്യം എന്നുള്ളതാണ്. അത് വേറൊരു കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം. വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നിങ്ങൾ അതായിത്തീരും. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പവർ പാക്ഡ് ക്ലാസ് ആണ് നമ്മൾ എൻ്റെ ഇത്രയും നാളത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം കൂടെ കൊണ്ട് ക്രോഡീകരിച്ച് നെഗറ്റീവ് തോട്ട് പ്രോസസ്സുകൾ, ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ച കാര്യം, നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഉണ്ടെന്ന്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉള്ളപ്പോൾ നെഗറ്റീവ് തോട്ട് പ്രോസസ്സും അവിടെ അടിയണ്ടേ? ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിയാലിറ്റി ആയി മാറും. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് അവിടെ അടിഞ്ഞ് കിടപ്പില്ലായിരിക്കും. യെസ് ഓർ യെസ്. അപ്പൊ ആ അടിഞ്ഞു കിടക്കുന്ന കാര്യത്തെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ ആൾറെഡി നിങ്ങൾ ചിന്തിച്ച പോസിറ്റിവിറ്റിയും ഈ നെഗറ്റിവിറ്റി അവിടെ തടസ്സപ്പെടുത്തി കിടക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇവിടെ റിയാലിറ്റി ആയി മാറുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾ എത്ര പേര് ഇപ്പൊ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കണ്ട ആളുകൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇതിനെ പറ്റി കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഞാൻ പറയും, ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇത് ഊർജത്തിന്റെ ലോകമാണ്. ഇവിടെ ഊർജം ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.